ഇന്ത്യയിലേക്ക് പുതിയ വെല്ലുവിളിയായി അമീബിക് മസ്തിഷ്ക ജ്വരം അതിവേഗം പടർന്നു പിടിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും മരണസംഖ്യ ഉയരുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും രോഗം റിപ്പോർട്ട് ചെയ്തത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ രോഗം വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്ന് 2018 തന്നെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ NM അരുൺ ചൂണ്ടിക്കാട്ടുന്നു. ഈ മുന്നറിയിപ്പ് അവഗണിക്കപ്പെട്ടതാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ വർഷം മാത്രം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 17 പേർ മരിച്ചതായാണ് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൂട്ടൽ. ഈ വർഷം ഇതുവരെ 66 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഈ മാസം മാത്രം 19 പേർക്ക് രോഗം ബാധിക്കുകയും 7 പേർ മരണപ്പെടുകയും ചെയ്തു. രോഗത്തിന്റെ വ്യാപനശേഷിയും മരണനിരക്കും വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ സൂചനയാണിത്. ഈ രോഗം ബാധിച്ചാൽ മരണസാധ്യത 97% വരെയാണ്. തലവേദന, പനി, കഴുത്തുവേദന, ഛർദി, ഓർമ്മക്കുറവ്, അബോധാവസ്ഥ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ്. നേരത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ അമീബയുടെ സാന്നിധ്യം ഇപ്പോൾ അന്തരീക്ഷത്തിലും കണ്ടെത്തിയത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കിയിട്ടുണ്ട്.